പാലക്കാട് രാഹുൽ മാങ്കൂട്ടം അല്ലെങ്കിൽ വേറെ ആര് നിന്നാലും ആരെ നിർത്തിയാലും 8 നിലയിൽ പൊട്ടും. അതിനകത്ത് യാതൊരു സംശയമില്ല. UDF ആരെ പിടിച്ചു നിർത്തിയാലും, എത്ര വലിയ കൊമ്പന്മാരെ പിടിച്ചു നിർത്തിയാലും, എത്ര വലിയ സെലിബ്രിറ്റി സ്റ്റാറ്റസുള്ള കിഴങ്ങന്മാരെ പിടിച്ചു നിർത്തിയാലും, പാലക്കാട് രാഹുൽ മാങ്കൂട്ടം അല്ലാതെ വേറെ ആര് നിർത്തിയാലും ജനങ്ങൾ അതിന് കാണിച്ചു തന്നെ കൊടുക്കും. 8 നിലയിൽ പൊട്ടും, അതിനകത്ത് യാതൊരു സംശയവുമില്ല. ഞാൻ അവിടെ ഒരു പോസ്റ്റ് വയ്ക്കാം. രാഹുൽ മാങ്കൂട്ടം കോൺഗ്രസിലേക്ക് തന്നെ, ഈ പാർട്ടിയിലേക്ക് തന്നെ തിരിച്ചു വരണം, ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തിലേക്ക് തന്നെ തിരിച്ച് വരണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഒന്ന് ലൈക്ക് ചെയ്ത് വെച്ചോ. അതുപോലെ നിങ്ങൾ അഭിപ്രായം കൂടെ കമൻറ്റ് ചെയ്തു. അതുപോലെ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് വെച്ചേക്കണം. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തിരിച്ചുവരവ്, ഈ പ്രസ്ഥാനത്തിലേക്ക് തന്നെ തിരിച്ചുവരവ് ആഗ്രഹിക്കുന്ന ആളുകൾ ഒന്ന് ലൈക്ക് ചെയ്തേരെ. ഈ പ്രസ്ഥാനത്തിൽ തന്നെ കയറിയിട്ട് ഇതിനകത്ത് കടിച്ചു തൂങ്ങി കിടക്കുന്ന അട്ടകളായിട്ടുള്ള കുറേ പോങ്ങന്മാരുണ്ടല്ലോ, ആ പോങ്ങന്മാരെയൊക്കെ ഒരു പാഠം തന്നെ പഠിപ്പിക്കണം. അതാണ് വേണ്ടുന്നത്. അതുകൊണ്ട് ഈ പ്രസ്ഥാനത്തിലേക്ക് തന്നെ തിരിച്ചു കയറണം. നിങ്ങൾ നോക്കിക്കോ, ഈ പ്രസ്ഥാനത്തിൽ തിരിച്ചു കയറി ഒരു 2 വർഷം 3 വർഷത്തിനകം തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്ത് വരെ എത്താൻ 100-ൽ 99% ചാൻസ് ഉള്ളൊരു വ്യക്തിയാണ് ഈ രാഹുൽ മാങ്കൂട്ടം, അല്ലേ? അപ്പം അയാളെ അടിച്ചൊതുക്കുക എന്നത് ഈ പ്രസ്ഥാനത്തിരിക്കുന്ന ആളുകളെ ലക്ഷ്യം കൂടിയാണ്. അത് മാത്രമാണ്. ഇവിടെ ഇപ്പോൾ കുറേ എണ്ണം ഉണ്ടല്ലോ, കുറേ എണ്ണം പ്രതിപക്ഷ നേതാവാകുന്നു, പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് മാറി കളിക്കുന്നു, മന്ത്രിസ്ഥാനത്തേക്ക് കയറുന്നില്ല. മന്ത്രി കസേര ഇപ്പം കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടായിരുന്നു, ചെന്നിത്തല പറയുന്നത് എന്താ, ചെന്നിത്തല എടുത്ത് ചോദിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തനം ചോദിക്കുന്നുണ്ട്, അടുത്ത മുഖ്യമന്ത്രി ആരാവും? ഇപ്പം പ്രതിപക്ഷം വന്നു കഴിഞ്ഞാൽ അടുത്ത മുഖ്യമന്ത്രി ചെന്നിത്തലയാണോ VD സതീശനാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മളൊക്കെ പാർട്ടി ഒന്ന് തീരുമാനിച്ച് ആലോചിച്ചിട്ട് ഇറക്കുന്നു പറയാം എന്നാണ് പറയുന്നത്. അപ്പം അവർക്ക് തന്നെ ഒരു ഒത്തൊരുമയില്ല. ഇയാൾ പാർട്ടിയുടെ മുതിർന്ന നേതാവ് അല്ലെങ്കിൽ കുറച്ച് സീനിയർ ആയിട്ടുള്ള വ്യക്തി ഇയാളാണ്, ഇയാൾ മുഖ്യമന്ത്രിയാവും, അല്ലെങ്കിൽ ഇയാൾക്കാണ് കുറച്ച് കഴിവും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് ഇയാൾ മുഖ്യമന്ത്രി എന്നൊരു പേര് പോലും, ഒരാളെ പേര് പോലും ഉച്ചരിക്കാനെ കൊണ്ട് ഇവർക്കൊന്നും സാധിക്കത്തില്ല. നേരെ മറിച്ച് ഇങ്ങോട്ട് വന്ന് നോക്കിയേ, ഈ ഭരണപക്ഷത്തേക്ക് വന്ന് നോക്കിയേ, നിങ്ങൾ ഈ ഭരണപക്ഷത്തിരിക്കുന്ന ഏതൊരു വ്യക്തിയോട് ചോദിച്ചാലും, ഏതൊരു മന്ത്രിയോട് ചോദിച്ചാലും, ഏതൊരു MLA യോട് ചോദിച്ചാലും, അടുത്ത തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ സീറ്റ് പിടിക്കുകയാണെങ്കിൽ ആരായിരിക്കും മുഖ്യമന്ത്രി എന്ന് ചോദിച്ചാൽ ഒറ്റ പേരെ അവിടെ കാണൂ, പിണറായി വിജയൻ. അങ്ങനെ വേണം. ഒരു പേര് പറയാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരാൾ ഈ ഒരു പ്രസ്ഥാനത്ത് വേണം. നേരെ മറിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ള ആളുകൾ ഇനി കയറി വരുവാണെങ്കിൽ നാളെ നിങ്ങൾ നോക്കൂ, ഈ പാർട്ടിയിലുള്ള സകല എണ്ണവും ആ ഒരൊറ്റ പേരെ ഉച്ചരിക്കൂ. ആ ഉച്ചരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴേ പുള്ളിയെ മുളയിലേ നുള്ളിക്കളയുന്നത്. അത് പരിഹാരം കഴിക്കുന്ന ജനങ്ങൾക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ പാലക്കാട് 2009 ശേഷം തുടരെ മൂന്ന് വട്ടം ഷാഫിപ്പറമ്പിൽ ഭൂരിപക്ഷത്തോടു കൂടി പാലക്കാട് പിടിച്ചെടുത്തതിന് ശേഷം തൻ്റെ പിൻഗാമിയായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിനെ അവിടെ ഇറക്കുന്നു. റെക്കോർഡ് വിജയം. പാലക്കാട് കേരളം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത റെക്കോർഡ് വിജയത്തിലാണ് രാഹുൽ മാങ്കൂട്ടം അവിടെ ജയിച്ചു വന്നത്. ആ സ്ഥലത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെ മാറ്റി നിർത്തിയിട്ട് വേറെ ഒരാൾക്ക് ചാൻസ് കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അവിടുത്തെ ജനങ്ങൾ പ്രതികരിക്കുന്നത്? നിങ്ങളൊന്ന് പറ. 8 നിലയിലല്ല 16 നിലയിൽ പൊട്ടി തകർന്ന് പാളീസായി പോകുന്നു വേണമെങ്കിൽ പറയാം, അല്ലേ? ഇനി ഇത് ഏറ്റവും വലിയ BJPക്ക് കിട്ടിയ ഏറ്റവും വലിയ ഒരു തിരിച്ചുവരവായിരിക്കും. രാഹുൽ മാങ്കൂട്ടത്തിനെ നിർത്താതെ വേറൊരു ആളെ നിർത്തിക്കഴിഞ്ഞാൽ BJP കൊണ്ടുപോകത്തേ ഉള്ളൂ, അതിനകത്ത് യാതൊരു സംശയമില്ല. ഇനി ഇവിടെ രാഹുലിന് സീറ്റ് കൊടുക്കാതെ വേറെ ആരെങ്കിലും നിർത്തി BJPയോ LDFോ കൊണ്ടുപോയി കഴിഞ്ഞാൽ എനിക്ക് അതിനകത്ത് സന്തോഷമേ ഉള്ളൂ. കാരണം ആ ഒരു അടി ഇവർക്ക് കിട്ടണം, അതാണ് വേണ്ടുന്നത്. ഇന്ന് രാഹുൽ മാങ്കൂട്ടം അതുപോലെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥരൊക്കെ വിളിച്ചിട്ട് അന്വേഷണത്തിന് മൊഴി കൊടുക്കാനൊക്കെ പോയിട്ടുണ്ട്. അപ്പം ഫോൺ ഹാൻഡ് ഓവർ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഇന്ന് ന്യൂസ് കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ ന്യൂസ് ഒന്ന് ഇവിടെ വെച്ച് തരാം. അപ്പോൾ ഇന്നെന്തായാലും പുള്ളിയുടെ ഇത് പേഴ്സണൽ വണ്ടിയൊന്നും അല്ല ഉപയോഗിച്ചിട്ടുള്ളത്, അതുപോലെ MLA വണ്ടിയൊന്നുമല്ല ഉപയോഗിച്ചിട്ടുള്ളത്, വേറൊരു കാറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. കാരണം അത് അങ്ങനെയാണല്ലോ. കാരണം പുള്ളി ഇറങ്ങാൻ വേണ്ടി കാത്തിരിക്കുന്ന കുറേ മീഡിയക്കാർ അവരവരൊക്കെ ഉണ്ടല്ലോ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ. അതുകൊണ്ടായിരിക്കും വേറൊരു വണ്ടിക്കകത്താണ് പുള്ളി പോയിട്ടുള്ളത്. അപ്പം ഞാൻ ആ വാർത്ത ഇവിടെ നിന്ന് വെച്ചുതരാം, നിങ്ങൾ കണ്ടോ? ഓക്കെ. കേസ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായി. തിരുവനന്തപുരം പേരൂർക്കട പോലീസ് ക്ലബ്ബിലാണ് ഹാജരായത്. ഷഫീദ് റാവുത്തർ തന്നെ തുടരുന്നു ആ വാർത്തയുടെ വിവരങ്ങളുമായി. ഷഫീദ്, ജാമ്യ വ്യവസ്ഥയിൽ ഈ കാര്യങ്ങളടക്കം ഉണ്ടായിരുന്നു, ഫോൺ സമർപ്പിക്കണം എന്നടക്കമുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. രാവിലെ മുതൽ വൈകുന്നേരം വരെ ചോദ്യം ചെയ്യാം എന്ന കാര്യം കൂടി ഉത്തരവിലുണ്ടായിരുന്നു. എന്താണ് വിവരങ്ങൾ? രാഹുൽ എപ്പോൾ എത്തി? ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണോ ഷഫീദ്? അന്വേഷണ സംഘത്തിന് മുന്നിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഹാജരായതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. തിരുവനന്തപുരം പേരൂർക്കട പോലീസ് ക്ലബ്ബിലാണ് രാഹുൽ ഹാജരായത്. ജാമ്യ ഉത്തരവിൽ ഒന്നാമത്തെ ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യം കിട്ടിയിരുന്നു.
രാഹുൽ മാങ്കൂട്ടത്തിൽ. ആ ജാമ്യ ഉത്തരവിൽ വളരെ കൃത്യമായി പോലീസിനോട് അന്വേഷണവുമായി സഹകരിക്കണമെന്നും ഫോൺ അടക്കമുള്ള കാര്യങ്ങൾ ഹാജരാക്കണമെന്നും എന്ന നിർദ്ദേശമൊക്കെ പോലീസ് കോടതി നൽകിയിരുന്നു. എനിക്ക് തോന്നുന്നു രാവിലെ 10 മുതൽ 4 വരെ ഉള്ള സമയത്തിലടക്കം ചോദ്യം ചെയ്യാം, ആവശ്യമെങ്കിൽ പിന്നെ വിളിച്ചു വരുത്താം എന്നൊക്കെയുള്ള കാര്യങ്ങൾ ജാമ്യ ഉത്തരവിലുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ അന്വേഷണത്തോട് സഹകരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങോട്ടേക്ക് ചോദ്യം ചെയ്യലിനെ ഹാജരാവാൻ വേണ്ടി എത്തിയിരിക്കുന്നു. ഫോൺ അടക്കമുള്ള കാര്യങ്ങൾ ഹാജരാക്കുമെന്ന് എന്നതാണ് ഇനി അറിയേണ്ടത്. ഈ പരാതിക്കാരി, 1-ാം കേസിലെ പരാതിക്കാരി കോടതിയിലെത്തുകയും തന്റെ നഗ്ന ദൃശ്യങ്ങൾ രാഹുൽ ഫോണിൽ പകർത്തിയിട്ടുണ്ടെന്ന് പറയുകയും അങ്ങനെ പകർത്തിയിട്ടുണ്ടെങ്കിൽ അത് മറ്റൊരു കേസാണ്, ഗുരുതരമായ കാര്യമാണ് എന്ന് അടക്കമുള്ള കാര്യങ്ങൾ കോടതി പറയുകയും ചെയ്തതാണ്. ഷഫീദ്, ചോദ്യം ചെയ്യൽ തുടങ്ങിയോ? ഹാഷ്മി, നിലവിൽ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് അല്പസമയം മുൻപാണ് തിരുവനന്തപുരത്ത് ഈ പ്രത്യേക സംഘത്തിന്റെ ക്യാമ്പ് ഓഫീസ് എന്ന രീതിയിൽ അവർ ഇപ്പോൾ പറയുന്ന അഗസ്ത്യ ഗസ്റ്റ് ഹൗസിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയത്. രാഹുൽ മാങ്കൂട്ടത്തിലെ സംബന്ധിച്ച് ഇന്നത്തെ ചോദ്യം ചെയ്യൽ ആദ്യ കേസിൽ നിർണായകമാണ്. മാത്രമല്ല ആദ്യ കേസ് ഇത് അന്നേ ഇതിൻ്റെ ആവശ്യമുള്ളതായിരുന്നു. കാരണം അന്നേ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അഡ്വക്കേറ്റും ഇവരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, രാഹുൽ മാങ്കൂട്ടം ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എപ്പം വിളിച്ചു കഴിഞ്ഞാൽ ഹാജരാവാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞായിരുന്നു. അപ്പം അത് അങ്ങനൊരു ഇത് നിൽക്കെ തന്നെയാണ് രാത്രി 12 മണിക്ക് 1 മണിക്ക് പോയി പുള്ളിയെ അറസ്റ്റ് ചെയ്ത് അല്ല ക്രൂരമായിട്ടില്ല കൊലപാതകയൊക്കെ പിടിച്ചുകൊണ്ട് പോകുന്ന പോലെ പിടിച്ചുകൊണ്ട് പോയി ജയിലിൽ കൊണ്ടിട്ടത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയെ ഈ ഇലക്ഷനിൽ നിന്ന് മനഃപൂർവ്വം മാറ്റി നിർത്തി കുറച്ച് ദിവസം ജയിലിനകത്ത് കൊണ്ടിട്ട് ഒരു കൊടും ക്രിമിനൽ എന്ന് മുദ്ര കുത്തുന്ന രീതിയിലുള്ള കുറച്ച് സംഭവ വികാസങ്ങളൊക്കെ കാണിക്കണമായിരുന്നു. അതിന് വേണ്ടിയിട്ടാണ് ചെയ്തത്. ഒരുപക്ഷെ അന്ന് പുള്ളിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടില്ലെങ്കിൽ ഒരുപക്ഷെ ഇപ്പം പുള്ളിയെ കോൺഗ്രസ് പ്രസ്ഥാനത്തിലേക്ക് തിരിച്ച് എടുക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിയേനെ. പാലക്കാട് തന്നെ മത്സരിക്കാനുള്ളൊരു ചാൻസ് കിട്ടിയേനെ. പക്ഷേ ഇതിങ്ങനെയൊക്കെ ആക്കി തീർത്തതിൻ്റെ പുറവിൽ കളിച്ച കുറച്ച് ആളുകളുണ്ട്. മനഃപൂർവ്വം ഇങ്ങനെ ആക്കി തീർത്തിരിക്കുന്ന വലിയൊരു കളി തന്നെയാണത്. പുള്ളിയെ ഈ ഇലക്ഷൻ്റെ സമയത്ത് നിന്ന് പുള്ളിയെ ഒന്ന് മാറ്റി നിർത്തണം, ഈ ഇലക്ഷൻ പുള്ളിയെ ഇതിൻ്റെ പടി കാണിപ്പിക്കില്ലെന്നുള്ള ഒരു വാശി തന്നെ ആയിപ്പോയി. അത് ആർക്കാണെങ്കിലും, അത് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ, നിങ്ങൾക്കറിയാവുന്നതാണ് അത് ആരാണ് ഇത്രയും വാശിയൊക്കെ കാണിക്കുന്നതെന്ന്. ഇനി ഞാനിവിടെ DCC പ്രസിഡന്റ് തങ്കച്ചൻ്റെ ഒരു പ്രതികരണം ഞാനിന്ന് കണ്ടായിരുന്നു. അത് നിങ്ങളൊന്ന് കണ്ടു. തങ്കച്ചൻ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാലക്കാട് UDF നേടൂ, അത് പാർട്ടി പറയുന്ന ആരെ നിർത്തിയാലും പാലക്കാട് UDF കൊണ്ടുപോകൂ എന്നാണ് ഈ തങ്കച്ചൻ പറയുന്നത്. ഇനി തങ്കച്ചനെ നിർത്തി കഴിഞ്ഞാൽ 8 നിലയിൽ പൊട്ടും ഇയാളെയൊക്കെ നിർത്തി കഴിഞ്ഞാൽ. ഇനി ഇപ്പം UDF പറയുന്നത് പോലെ തോന്നിയ ആരെങ്കിലും കൊണ്ട് അവിടെ നിർത്തിക്കഴിഞ്ഞാൽ ജയിപ്പിച്ച് വിടും എന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഒരിക്കലുമില്ല. പാലക്കാട് ഒരു സീറ്റ് ഉണ്ടെങ്കിൽ അത് രാഹുൽ മാങ്കൂട്ടത്തിന് മാത്രമായിട്ട് അവകാശപ്പെട്ടൊരു സീറ്റാണ്. അത് കൊടുത്തില്ലെങ്കിൽ പാലക്കാട്ടിലെ ജനങ്ങൾ അതിനുള്ള മറുപടി കാണിച്ചു കൊടുക്കും. അതിനകത്ത് യാതൊരു സംശയവുമില്ല. ഈ കള്ളക്കേസിൽ കുടുക്കി 18 ദിവസം ജയിലിൽ കൊണ്ടിട്ട് ഇത്രയും മാനസികമായിട്ട് തളർത്തിയിട്ടും ഈ പാർട്ടി, ഈ പ്രസ്ഥാനം എന്ത് ഒരു സമാധാനിപ്പിക്കുന്ന ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. ഒരു വ്യക്തി പോലും ഈ രാഹുൽ മാങ്കൂട്ടമായിട്ടുള്ള ഈ ഒരു വിഷയത്തിൽ ഇടപെട്ട് സംസാരിക്കുന്നതോ ഈ രാഹുലിനെ ഒന്ന് വിളിക്കുന്നതോ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല, അല്ലേ? ഒരു സപ്പോർട്ടും കൊടുക്കുന്ന, ഒരു പിന്തുണയും കൊടുക്കുന്ന നമ്മളാരും കണ്ടിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല. അപ്പം എന്തായാലും അത് ജനങ്ങൾ അതിനുള്ള മറുപടി കൊടുത്തിരിക്കും. എന്തായാലും നിങ്ങൾ തങ്കച്ചൻ പറയുന്നതും കൂടെ ഒന്ന് കേട്ടു നോക്കേ. ഭീഷണിയും അന്തരീക്ഷത്തിലുണ്ട്. എന്നാൽ കൃത്യസമയത്ത് നടപടികൾ സ്വീകരിച്ചതിനാൽ രാഹുൽ വിവാദം ഒരു തരത്തിലും ബാധിക്കില്ലെന്ന ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ് നേതൃത്വം. ഇന്ന് എല്ലാവർക്കും എല്ലാം അറിയുന്ന ജനവിഭാഗമാണ് പാലക്കാടുള്ളത്, കേരളത്തിലുള്ളതൊക്കെ. അതുകൊണ്ട് തന്നെ ഒന്നും ബാധിക്കാൻ പോകുന്നില്ല. ഇവിടെ UDF ആരെ നിർത്തിയാൽ പാർട്ടിയൊക്കെ ആലോചിച്ച് നിർത്തും, അത് നിർത്തി ആരാ. കേട്ടല്ലോ, അങ്ങനെയൊക്കെ സന്തോഷമെങ്കിൽ ഇരുന്നാൽ മതി. പാർട്ടി തീരുമാനിക്കും, ആ തീരുമാനിക്കുന്ന ആൾ അവിടെ അങ്ങ് നിൽക്കും, അവരെ അങ്ങ് ജനങ്ങളങ്ങ് ജയിപ്പിച്ച് വിടും. അങ്ങനെ അങ്ങ് സമാധാനിച്ചങ്ങ് ഇരുന്നാൽ മതി. ഇനി പ്രശാന്ത് ശിവനോട് ചോദിക്കുന്നുണ്ട്, അത് ഞാനിവിടെ വെച്ചുതരാം. പക്ഷേ അതിനകത്ത് എനിക്ക് കുറച്ച് ഇതുണ്ട്. കാരണം ഇപ്പം UDF സ്ഥാനാർത്ഥിയായിട്ട് ഈ പറഞ്ഞിട്ടുള്ള വേറെ ആരെങ്കിലും നിർത്തിക്കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ അസറ്റ്, അത് ഏറ്റവും വലിയ ഉപകാരപ്പെടുന്നത് ഈ BJPക്കാണ്. കാരണം കഴിഞ്ഞ 2 വട്ടം 2 സീറ്റെങ്കിലും നേടിയിട്ടുള്ളത് BJP ആണ്, അല്ലേ? അവിടെ എന്നുവെച്ചാൽ 2ാമത്തെ സ്ഥാനത്തായിരുന്നു ഈ പറഞ്ഞിട്ടുള്ള BJP. അവിടെ UDF ആയിരുന്നു 1ാമത് നിൽക്കുന്നത് കഴിഞ്ഞ കുറേ വർഷങ്ങൾ കൊണ്ടിട്ട്. അതും ഷാഫി പറമ്പിലിനെ പോലെയുള്ള ആളുകളും അതുപോലെ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെയുള്ള ആളുകളും ഉള്ളതുകൊണ്ട് മാത്രമാണ് UDF അത്രയും ഭൂരിപക്ഷത്തോടു കൂടി അവിടെ പിടിച്ചു നിൽക്കുന്നത്. അത്രയും പിന്തുണ ഈ ഒരു പ്രസ്ഥാനത്തിന് കിട്ടുന്നത് തന്നെ പാലക്കാട്. അപ്പം 2ാം സ്ഥാനത്ത് തൊട്ട് പുറകെ BJP ആണുള്ളത്. അത് കഴിഞ്ഞിട്ടാണ് LDFന് അവിടെ ഒരു സപ്പോർട്ടും ഇല്ല. പക്ഷെ ഇനി നിങ്ങൾ നോക്കിക്കോ, ഈ ഇലക്ഷന് LDF ആയിരിക്കും ചിലപ്പം. എനിക്കൊരു സംശയമുണ്ട്, LDF ആയിരിക്കും. ഇപ്പം BJP കയറി വരത്തില്ല, പക്ഷേ BJP കയറി വരാനുള്ള ചാൻസ് ഇല്ല. പക്ഷേ LDF കത്തിക്കയറും, നിങ്ങൾ നോക്കിക്കോ,
കാരണം ഈ രാഹുൽ മാങ്കൂട്ടത്തിന് സീറ്റ് കൊടുത്തില്ല എങ്കിലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. രാഹുലിനെ തഴഞ്ഞിട്ട് വേറെ ഏത് തങ്കപ്പനെയും പൊന്നപ്പനെയും കണ്ണപ്പനെയൊക്കെ പിടിച്ച് നിർത്തി കഴിഞ്ഞിട്ടുണ്ടല്ലോ, അത് LDFന് അത് ഭയങ്കരമായിട്ട് ഉപകാരപ്പെടും. നിങ്ങൾ നോക്കിക്കോ. അപ്പോൾ എന്തായാലും പ്രശാന്ത് ശിവൻ പറയുന്നതും കൂടെ നിങ്ങളൊന്ന് കേട്ട് നോക്കിയോ. കാരണം അവരൊക്കെ എന്ന് വെച്ചാൽ ആത്മാർത്ഥമായിട്ട് പ്രയത്നിക്കുന്ന ആൾക്കാരാണ്, ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അതിൻ്റെ ഒരു ഫലമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ നമ്മൾ കണ്ടത്. കാരണം തൊട്ടുപുറവേ BJP ഉണ്ടായിരുന്നു. നിങ്ങളത് കണ്ടു നോക്കേ. ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്നാണ് BJP ജില്ലാ നേതൃത്വം പറയുന്നത്. ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരെല്ലാവരും ഏറ്റവും താഴെത്തട്ടിലുള്ള ബൂത്ത് പ്രവർത്തകൻ മുതൽ പാലക്കാടിനകത്ത് താമസിക്കുന്ന ദേശീയ തലത്തിലുള്ള നേതാക്കന്മാർ വരെ ഒറ്റക്കെട്ടായി ഒരു ടീമായി കൊണ്ടാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതേപോലെ ഒരു ടീമായി നിന്നുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി അവസാനത്തെ BJPയുടെ പ്രവർത്തകരും ശക്തമായി പ്രവർത്തിച്ചുകൊണ്ട് ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്ന സമയത്ത് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലെ ഭാരതീയ ജനതാ പാർട്ടിക്ക് വിജയിക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും. ഓക്കെ, എന്തായാലും വിശ്വാസം രക്ഷിക്കട്ടെ. രാഹുൽ മാങ്കൂട്ടം അവിടെ നിന്നില്ലെങ്കിൽ നിങ്ങളെ വിശ്വാസങ്ങളൊക്കെ നിങ്ങളെ രക്ഷിക്കും എന്നാണ് എനിക്കും പറയാനുള്ളത്. ഇനി ഞാനിപ്പം പറഞ്ഞല്ലോ, ഈ ഒരു പ്രസ്ഥാനത്തിന്, കോൺഗ്രസ് പ്രസ്ഥാനത്തിന് വേണ്ടുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തൊരുമയാണ്. ഐക്യം എന്ന് പറഞ്ഞൊരു സാധനമില്ല, ഒത്തൊരുമയാണ് വേണ്ടുന്നത്. ഒത്തൊരുമയോടെ നിന്ന് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇവർക്ക് മുമ്പോട്ട് പ്രവർത്തിച്ച് മുമ്പോട്ട് പോകാം. നല്ല രീതിയിൽ വിജയ ശതമാനങ്ങളൊക്കെ, വിജയ സാധ്യതകളൊക്കെ പലയിടത്തും, വിജയം ഒട്ടുമില്ലാത്ത സ്ഥലങ്ങളിൽ പോലും വിജയ സാധ്യതകൾ ഉണ്ടാക്കിക്കൊണ്ടുവരാൻ ഈ ഒരു പ്രസ്ഥാനത്തിന് സാധിക്കും. പക്ഷേ ഒത്തൊരുമയെന്ന് പറയുന്ന സാധനം ഏഴയലത്തൂടെ പോയിട്ടില്ല. ഇവർക്കൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കസേര മോഹവും ഈ പറഞ്ഞിട്ടുള്ള ആക്രാന്തമാണ്. എനിക്ക് ആ സ്ഥാനത്ത് പോകണം, എനിക്ക് ഈ സ്ഥാനത്ത് പോകണം, എനിക്ക് മുഖ്യമന്ത്രി ആവണം, എനിക്ക് അതാവണം, എനിക്കിതാവണം എന്നുള്ളൊരു ആക്രാന്തം ഉണ്ടല്ലോ. ഒത്തൊരുമയില്ല. അതാണ് സ്വന്തം പ്രസ്ഥാനത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് എന്തെങ്കിലും വിഷയം ഉണ്ടായാൽ പോലും അതിനെ സപ്പോർട്ട് ചെയ്യാതെ അവനെ ഇങ്ങോട്ട് മറ്റുള്ള പാർട്ടിക്കാർക്ക് തിന്നാനെ കൊണ്ട് ഇട്ടുകൊടുത്ത് എറിഞ്ഞു കൊടുക്കുന്ന രീതിയാണ്. ഇപ്പോൾ ഈ വിഷയത്തിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇവരൊക്കെ ഒന്ന് ചേർത്ത് പിടിച്ചാണെങ്കിൽ മറ്റുള്ള ഇത്രയും ഒരു സൈബർ അറ്റാക്ക് തന്നെ, ഇത്രയും ഒരു ആക്രമണം തന്നെ പുള്ളിയുടെ മേലോട്ട് ഉണ്ടാവത്തില്ലായിരുന്നു അല്ലേ. അറസ്റ്റ് ചെയ്ത് 18 ദിവസം ജയിലിൽ പോലും കൊണ്ടിട്ട് കടത്തത്തില്ലായിരുന്നു. ഇനി ഞാനിവിടെ VD സതീശൻ്റെ ഒരു നിലവിളി വീഡിയോ ഞാനിവിടെ വയ്ക്കാം. കാരണം ഇതാണ് ഞാൻ പറഞ്ഞത്, ഒത്തൊരുമയില്ല. അവരെ തന്നെ പരിപാടിക്ക്, അവരെ പ്രസ്ഥാനത്തിൻ്റെ പ്രോഗ്രാമിന് തന്നെ അവർ പോയി സ്റ്റേജിൽ കടന്നിട്ട് VD സതീശൻ ആക്ഷേപിക്കുവാണ്. പടക്കം പൊട്ടി, അവരുടെ സന്തോഷത്തിൽ, ഏത് പ്രവർത്തകരുടെ സന്തോഷത്തിൽ അവരെ പാർട്ടിയിൽ എന്തെങ്കിലും സന്തോഷം കണ്ടു കഴിഞ്ഞാൽ പടക്കം പൊട്ടിക്കാത്ത എല്ലാവരും പൊട്ടിക്കും അല്ലേ. അവിടെ പടക്കം പൊട്ടിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് VD സതീശൻ അവിടെ കടന്നിട്ട് കയറ് പൊട്ടിക്കുന്നു. പടക്കം പൊട്ടിക്കാതിരിക്കാൻ പറയൂ, ഞാനിപ്പോൾ ഇറങ്ങിപ്പോൾ അങ്ങനെ ഇങ്ങനെ മാനയെ മറിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അലമ്പുണ്ടാക്കുന്നു. മറ്റുള്ള പ്രവർത്തകരൊക്കെ വഴക്ക് പറയുന്ന ഒരു VD സതീശനെയാണ് ആ വീഡിയോക്കകത്ത് കാണുന്നത്. നിങ്ങളത് കണ്ടു നോക്കുക. അതാണ് ഒത്തൊരുമയില്ല. ഒത്തൊരുമയില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ കൂപ്പ് കുത്തി താഴോട്ട് പോകുന്നത് ഈ ഒരു പ്രസ്ഥാനം. ഈ ഒരു പ്രസ്ഥാനത്തിനെ പിടിച്ചു നിർത്തിയിരുന്ന ഈ പറഞ്ഞിട്ടുള്ള ചെറുപ്പക്കാരെയൊക്കെ ഉണ്ടല്ലോ, ഈ ഒരു പ്രസ്ഥാനത്തിനൊന്ന് ഉറപ്പ്, ഒരു അടിത്തറ കെട്ടി വന്നപ്പോഴത്തേക്ക് അവരെ വീണ്ടും വലിച്ചെറിയുന്ന രംഗങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഷാഫി പറമ്പിലായിക്കോട്ടെ, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടം ആയിക്കോട്ടെ. കാരണം ഇവരെയൊക്കെ ഒരു വരക്കത്തോടെയാണ് ഈ ഒരു പ്രസ്ഥാനത്തിന് ഒരു ഉറപ്പ് തന്നെ കിട്ടിപ്പോയത് അല്ലേ. അതിനകത്ത് യാതൊരു മാറ്റമില്ല. നിങ്ങൾ കഴിഞ്ഞ കുറച്ച് പ്രീവിയസ് വർഷങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മതി. ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ അടിയുറപ്പ്, ഒരു വേര്, ആ വേര് വളർന്നു വന്ന് അത് എങ്ങോട്ട് പിന്നെ താഴോട്ട് പോയി, ആ ഒരു ഗ്രാഫ് താഴോട്ട് പോയി. പിന്നെ അത് മേലോട്ട് കയറി വരാൻ തന്നെ കാരണം എന്ന് വെച്ചാൽ ഈ ഷാഫി പറമ്പിൽ പോലുള്ള ആളുകളാണ്, അല്ലെങ്കിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ള ആളുകൾ കാരണമാണ് ആ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഗ്രാഫ് തന്നെ ഉയരാൻ കാരണം അല്ലേ. എന്തായാലും ആ സതീഷിൻ്റെ ആ ഒരു സഹപ്രവർത്തകരെയൊക്കെ വഴക്ക് പറയുന്ന ഒരു വീഡിയോ കൂടെ ഞാൻ വെച്ച് തരാം. നിങ്ങളൊന്ന് കണ്ടു നോക്കേ. ദയവ് ചെയ്ത് ആ പടക്കം പൊട്ടിക്കുന്നത് നിർത്തണം എന്ന് അപേക്ഷിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് സംസാരിക്കേണ്ടതുണ്ട്. ഈ ഫ്രണ്ടിൽ കൂടി നിൽക്കുന്ന ആളുകൾ മാറിക്കൊണ്ട് ആ പടക്കം പൊട്ടിക്കലൊന്ന് നിർത്തണം. ഇനി പുതിയ പടക്കം പൊട്ടിക്കരുത്. വളരെ നിർബന്ധമായി പറയുന്നു, പടക്കം പൊട്ടിക്കൽ നിർത്തണം. ഈ സ്വീകരണം കൊണ്ട് തന്നെ ഒരു കാര്യം വ്യക്തമാണ്. VD സതീശൻ നയിക്കുന്ന ഈ യാത്ര തിരുവനന്തപുരത്ത് എത്തുമ്പോഴേക്കും അദ്ദേഹത്തിന്റെ യാത്ര ചെയ്യുന്ന ഈ രഥത്തിനടിയിൽ ഞെരിഞ്ഞമരുന്നത് ഈ പാതയിലെ മണൽത്തരികൾ മാത്രമാകില്ല, പിണറായി വിജയൻ സർക്കാരിന്റെ വാരിയലുകൾ കൂടിയായിരിക്കും എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ഇത് കടന്നു പോകുന്നത്. അദ്ദേഹം പോകുന്നത് വെറുമൊരു യാത്രയായിട്ടല്ല, കേരള കണ്ടല്ലോ. ഇങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരത്ത് എത്തുമ്പോഴത്തേക്കും
ഇതെല്ലാം അടിച്ച് പിരിഞ്ഞ് നാല് വഴിക്കോട്ട് പോകും. അതാണ് ഇത്. ഇവിടുന്ന് തുടങ്ങിയില്ല, തുടങ്ങുന്നതിന് മുമ്പേ അടിയാണ് ഇവർ. കുറ്റ്യാടിയിൽ നമ്മൾ കണ്ടതാണല്ലോ, കുറ്റ്യാടിയിൽ കണ്ട സ്റ്റേജിനകത്ത് കിടന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാക്കുന്നു, ഉന്തും തള്ളും നടത്തുന്നത്. ഇത് തിരുവനന്തപുരത്ത് എത്തുമ്പോഴത്തേക്ക് നിങ്ങൾ നോക്കിയോ, ഈ ഒരു പ്രസ്ഥാനം 2-4 വഴിക്കായിട്ട് പല ആളുകളും പല വഴിക്ക് പോകുന്ന കാഴ്ചയായിരിക്കും നമ്മൾ കാണുന്നത്. അപ്പോൾ എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തിരിച്ചുവരവ് ആഗ്രഹിക്കുന്ന ആളുകൾ പാലക്കാടിൻ്റെ മണ്ണിലേക്ക് തന്നെ തിരിച്ചു വരണം, കോൺഗ്രസ് പ്രസ്ഥാനത്തിലേക്ക് തന്നെ തുടരണം എന്നാഗ്രഹിക്കുന്നു. അതിൽ തന്നെ തുടരണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വതന്ത്രമായിട്ടൊന്നും മത്സരിക്കാനില്ല. ഈ പ്രസ്ഥാനം ചവിട്ടി താഴ്ത്തിയ ഈ ഒരു പ്രസ്ഥാനത്തിൽ തന്നെ കയറി നിന്ന് ആ ഒരു മുഖ്യമന്ത്രി കസേര, എല്ലാവരും ആഗ്രഹം മുഖ്യമന്ത്രി കസേരയാണല്ലോ. അപ്പോൾ ആ ഒരു മുഖ്യമന്ത്രി കസേരയിൽ കയറി ഇരുന്നിട്ട് ഈ വേട്ടാവാളിയന്മാരെ മുമ്പിലൂടെ നടക്കണം, അതാണ് വേണ്ടുന്നത്. അപ്പം തിരിച്ചുവരവ് ആഗ്രഹിക്കുന്നവരെല്ലാം ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ, ഫോളോ ചെയ്ത് വെച്ചോ.